തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിനീഷ് ചേരുന്നു. വിനീഷ്, കൗൺസിൽ യോഗം അവസാനിപ്പിച്ച് മേയർ മടങ്ങുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും അവിടെ മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിപക്ഷ കൗൺസിലർമാരെയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള UDFന്റെ നീക്കമാണ് പാളിയത്. അതിന് പിന്നാലെയായിരുന്നു ഇന്നത്തെ കൗൺസിൽ യോഗം. ഏറെ നിർണായകവുമായിരുന്നു. പക്ഷേ കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിൽ യോഗത്തെ അലങ്കോലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് കൗൺസിൽ യോഗം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച് മേയർ മടങ്ങുകയായിരുന്നു. ഇപ്പോൾ ഇരു വിഭാഗം കൗൺസിലർമാരും മുദ്രാവാക്യം മുഴക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിനീഷ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? സഹായിക്കാൻ വേണ്ടി കൗൺസിൽ അലങ്കോലമാക്കുകയാണ്. ഒരു ആബ്സെന്റ് ഈ ആബ്സെന്റ് മാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി സഹായിക്കുകയാണ്. ഇത് അറ്റൻഡൻസ് ഇല്ലാതാക്കി നിങ്ങൾ പറയുന്നത് അറ്റൻഡൻസ് സഹായിക്കാൻ വേണ്ടിയാണ്. ഇത് സുഗതനെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ആരുടെ അറ്റൻഡൻസ് എടുത്തിട്ടില്ല അത് പറഞ്ഞ് ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട മേയർ തന്നെ ഇന്ന് സംവിധാനങ്ങൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഈ അറ്റൻഡൻസ് ബുക്ക് ആരും ഒപ്പിടാതെ ഇരിക്കുകയാണ്. ഇത് എന്നിട്ട് എല്ലാവരെ സഹായിക്കാൻ വേണ്ടിയാണ്. അതെ, നമ്മുടെ ആൾക്കാരെല്ലാം ഒപ്പിടാം. അല്ല, ഇത് മനഃപൂർവ്വം ഇന്ന് ഈ സുഗതന്റെ വിഷയം നടക്കുന്നതുകൊണ്ട് അറ്റൻഡൻസ് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വളരെ ബുദ്ധിപരമായ മേയർ തന്നെ അലങ്കോലമാക്കി. അപ്പോൾ അറ്റൻഡൻസ് ഇടണ്ടല്ലോ. പക്ഷെ UDFിലെ അംഗങ്ങൾ നമ്മൾ അറ്റൻഡൻസ് ഇടുകയാണ്. കാരണം സുഗതനും ഇട്ടില്ല, ആരും ഇട്ടില്ലെങ്കിൽ പിന്നെ ഇല്ലാതാക്കാമല്ലോ. അത് വെച്ച് സുഗതനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. പക്ഷെ UDF അംഗങ്ങൾ ഇപ്പോൾ ഒപ്പിടും. അഡ്വക്കേറ്റ് ബിന്ദു ആരും ഒപ്പിട്ടിട്ടില്ല. ഇവിടെ ഇറങ്ങാൻ പറ്റില്ലടാ.
ചെയർപേഴ്സന്റെ ഷർട്ട് വലിച്ചു കയറി ഇവിടെ നിന്ന് വെള്ളം കോരി ഒഴിച്ചു. അങ്ങനെ ഇപ്പൊ വേണ്ട. ശബരിനാഥന് ഒറ്റയ്ക്ക് കഴിയില്ലെങ്കിൽ തനിയെ വേറെ വല്ല പഠിക്കും പോണം. ശബരിനാഥ് പെണ്ണുങ്ങളെ മുന്നിൽ നിർത്തി കളിക്കണ്ട. നാണയില്ലേ? ഏത് നാണയില്ലേ? പെണ്ണുങ്ങൾക്ക് പറ്റുന്ന നോക്കൂ. നമ്മുടെ നമ്മുടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. താങ്കളെ മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നോ? താങ്കളെ മർദ്ദിക്കാൻ ശ്രമം ഉണ്ടാകും എന്ന് എല്ലാവർക്കും നിങ്ങൾ കണ്ടതല്ലേ? അറ്റൻഡൻസ് രജിസ്റ്റർ മനഃപൂർവ്വം അറ്റൻഡൻസ് രജിസ്റ്റർ ഇവർ മനഃപൂർവ്വം നമ്മൾ ഒപ്പിട്ടപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ കയ്യിൽ നിന്നെടുത്തു. ഇന്നത്തെ ഈ ഷോ മൊത്തം കാണിച്ച അറ്റൻഡൻസ് രജിസ്റ്റർ നേടിയാണ്. പിന്നെ UDF കൗൺസിലർമാർ അടിക്കുകയാണ്. കൗൺസിലർ ആ ചോദിക്കുന്നത് എന്റെ ജനത്തിന്റെ ചേട്ടാ തലക്കകത്ത് ആൾതാമസമുണ്ടോ? നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ പോലെ വാങ്ങിച്ചോണ്ട് ഇത് മുട്ടായി അനിയ മുട്ടായി ഒന്നും അല്ലല്ലോ. ഇത് ഒപ്പിട്ട് കൊടുത്താൽ പോരെ? അവൻ വന്ന് വാങ്ങിക്കാൻ അവനാരാ? നമ്മൾ ഒപ്പിടും. ഇല്ല, നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ എന്താണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത്? ഇല്ല, ഒരാവശ്യമില്ല. നഗരസഭയുടെ ഹാജർ പുസ്തകം ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അത് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ശബരിനാഥ് അവിടുത്തെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചെയർപേഴ്സണായിട്ടുള്ള ശ്രീ ചെമ്പഴന്തി ഉദയനെ ആക്രമിക്കുക, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു കയറുകയൊക്കെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെന്നുള്ള രീതിയിലാണ് ശബരിനാഥിന് പാർട്ടിക്കകത്തുള്ള പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് വനിതാ കൗൺസിലർമാരെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ BJP കൗൺസിലർമാരെ ആക്രമിക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അത് ഒരു കാരണവശാലും BJP അനുവദിച്ചു കൊടുക്കില്ല. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ശിഖണ്ഡി രൂപത്തിലുള്ള ഈ പ്രവർത്തനം, അതിനെതിരെ ശക്തമായ നടപടിക്ക് വേണ്ടിയിട്ട് BJP ആവശ്യപ്പെടുകയാണ്. ഇല്ല, എന്താണെന്നറിയില്ല. അവർ പക്ഷേ അതിലെന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്താൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നഗരസഭയുടെ അധികാരപ്പെട്ട ചെയർപേഴ്സണാണ് ആ ഹാജർ ബുക്ക് തിരിച്ചു വാങ്ങിച്ചത്. തീർച്ചയായിട്ടും താങ്കൾക്ക് നേരെ അക്രമം സംഘടിതമായി അതായത് ഇവിടെ മുഴുവൻ മീഡിയ ഉണ്ടല്ലോ. ഇവിടെ ക്യാമറയുണ്ട്. ഞാൻ ആരെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ്
എൻ്റെ സംശയം. എൻ്റെ അവകാശമാണ്. ഞാൻ കൗൺസിലിൽ പങ്കെടുത്തു. എനിക്ക് ഒപ്പിടണം. അയാൾ മണിക്കൂറോളം ആ ഹാജർ ബുക്ക് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഈ കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഹാജർ നഷ്ടപ്പെടും. ബോധപൂർവമായി ശബരിനാട് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അത് ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ല. എന്നെയാണ് ശബരിനാട് കയ്യേറ്റം ചെയ്തത്. നിങ്ങൾ കാണുന്നില്ലേ? അവരുടെ ഒപ്പിട്ട നിങ്ങളെ മീഡിയയിലെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഒപ്പിടുന്നില്ല. അല്ല, നമ്മളെ ഹാജർ ബുക്ക് ഞങ്ങൾക്ക് വേണം ഒപ്പിടാൻ. അവര് മണിക്കൂറോളം വെച്ചിരിക്കും. അത് ശബരിനാഥ് തന്നെ അടിച്ച് എന്നെ ആക്രമിച്ചത്. എന്നാ അല്ല, ആരോപണം തെളിവുണ്ടോ? എന്തെങ്കിലും ഇതായി കണ്ടില്ലേ? ആരാണ് ആക്രമിച്ചത്? ഹാജർ ബുക്ക് ഞാൻ ഒപ്പിടണ്ടേ? അവർ ഒപ്പിട്ടത് നിങ്ങളെ മീഡിയയെ കാണിച്ചുകൊണ്ട് മണിക്കൂറോളം നിൽക്കുകയല്ലേ? ഒരു ഒപ്പിടാൻ എത്ര മണിക്കൂർ വേണം? മാത്രമല്ല, ഈ ഹാജർ ബുക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹം ചെയർപേഴ്സണാണ്. നഗരസഭയുടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് അധികാരപ്പെട്ട കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഈ ഹാജർ ബുക്ക് അവർ തിരുത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? ഹാജർ ബുക്ക് തട്ടിയെടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ഏത് കൗൺസിലർക്കാണ് അധികാരമുള്ളത്? അവരുടെ മുന്നിൽ ആകെ അതിന് ഹാജരായെന്നുള്ള ഒപ്പിടാൻ മാത്രമേ അധികാരമുള്ളൂ. ആ ഹാജർ ബുക്ക് തിരുത്താനാണ് അവർ ശ്രമിച്ചത്. അതിലെ പേജുകൾ വലിച്ചു കീറാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു ചെയർപേഴ്സണും സാധ്യമല്ല. നഗരസഭയുടെ അധികാരപ്പെട്ട ചെയർപേഴ്സൺ അത് ഒരു കാരണവശാലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹാജർ ബുക്കിനെ സംരക്ഷിക്കുന്ന കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് ശ്രീ ശബരിനാഥൻ അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്തെന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിശ്വാസ നാടകം പൊളിഞ്ഞിരിക്കുന്നു. അനിയൻ ബാവയും ചേട്ടൻ ബാവയും ഒന്നിച്ച് നടത്തിയിരിക്കുന്ന ഈ നാടകം ഇന്ന് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ മാധ്യമ സുഹൃത്തുക്കൾ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും തുടർന്ന് ഇദ്ദേഹത്തിന്റെ ഈ ശബരിനാഥ് ചില വനിതാ കൗൺസിലർമാരെ മാത്രം മുന്നിൽ നിർത്തി കളിക്കുന്ന ഈ നാണംകെട്ട പരിപാടിക്കെതിരെ BJPയുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, സമരങ്ങളും ഉണ്ടാവും.